ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻട്രേഡർ. ഫേക്ക് ആയിട്ട് പോകുന്ന റിവേഴ്സലുകൾ ഈസി ആയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ ഐഡൻറ്റിഫൈ ചെയ്ത് അക്യുറേറ്റ് ആയിട്ട് ട്രേഡ് നമുക്ക് പിടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ NSE മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യും MCX ഫോറക്സും. ഞാനിന്ന് NSE എടുത്തിട്ടുണ്ട്, MCX ഫോറക്സ് മൂന്നിൻ്റെയും ട്രേഡ് കാണിച്ചത്. ഇപ്പോൾ MCXൽ ഗോൾഡിലാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു 1.5 ശേഷം വന്ന സെൽസിൽ നല്ലൊരു മാർക്കറ്റ് അടിച്ചിറങ്ങി നല്ല പ്രോഫിറ്റ് വന്നു. ചെറുതായിട്ടും തിരിച്ചു കയറാൻ നോക്കുന്നു, പക്ഷേ അവിടെ ഒരു ബൈറ്റിലേക്ക് കൺവേർട്ട് ആയിട്ടില്ല, തിരിച്ച് പിന്നെ ഇറങ്ങുമെന്ന് തന്നെയാണ് ഇൻഡിക്കേഷൻ തരുന്നത്. പക്ഷേ നമ്മൾ ട്രേഡ് എടുത്തവർക്ക് പ്രോഫിറ്റ് നമുക്ക് ഓൾറെഡി പ്രോഫിറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ വേണമെങ്കിൽ ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്യാമെന്നും കൂടെ ഇൻഡിക്കേഷൻ തരുന്നുണ്ട്. അതേപോലെ ഫോറക്സ് മാർക്കറ്റിലും നല്ലൊരു ഡൗൺ ട്രേഡാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോറക്സ് മാർക്കറ്റിൻ്റെ കാണിച്ചു തരികയാണെങ്കിൽ നമുക്കിപ്പോൾ നല്ലൊരു ഡൗൺ ട്രേഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ നോക്കുകയാണെങ്കിൽ ഫോറക്സ് മാർക്കറ്റിൽ 30 ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്, സപ്പോർട്ട് അടിച്ച് താട്ടിറങ്ങി നല്ലൊരു ട്രേഡ്. ഇപ്പോൾ 2916 മാർക്കറ്റ് ഇറങ്ങി 2899 വരെയൊക്കെ മാർക്കറ്റ് പോയിട്ടുണ്ട്. നല്ല റിട്ടേൺസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് ലൈവിൽ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ലൈവ് ഡെമോൺസ്ട്രേഷൻ ആയിട്ട് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഞാനിപ്പം എങ്ങനെ വർക്ക് ചെയ്യുന്ന ചെറുതായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയിൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ നിഫ്റ്റിയിൽ മോർണിംഗിൽ നമുക്ക് മാർക്കറ്റ് ഡൗൺ ഇറങ്ങി, പിന്നെ തിരിച്ചു കയറി, പിന്നെ മാർക്കറ്റ് ഇറങ്ങി, പിന്നെ ലാസ്റ്റാണ് നല്ലൊരു ബൈ പോയത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മാർക്കറ്റ് ഒരുപാട് ഫ്ലക്ച്വേഷൻ ആയിട്ട് ഇറങ്ങാൻ നോക്കി, പക്ഷേ ഇറങ്ങാതെ തിരിച്ചു പോയി. രാവിലെ വന്ന സെല്ലും റിവേഴ്സ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സാഹചര്യത്തിൽ റിവേഴ്സ് പോകുന്ന പോയിന്റുകൾ എക്സിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ സോഫ്റ്റ്വെയർ എടുപ്പാണ്. കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് ആക്ച്വലി എവിടെ നിന്ന് എക്സിറ്റ് ചെയ്യണം, എവിടെ നിന്ന് പിന്നെ തിരിച്ചിറങ്ങാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരും. അത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് പറഞ്ഞു തരാം. ഇപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് ഗോൾഡിൻ്റെ പെർഫോമൻസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സിമ്പിളാണ് ഇത് യൂസ് ചെയ്യാനായിട്ട്. മാർക്കറ്റ് നമുക്ക് ഇവിടുന്ന് ഓപ്പൺ ആയി, ഇതിൽ സെല്ല് തന്നിട്ടുണ്ട്, റെഡ് കളർ ഡൗൺ ആരോ സെല്ല് തന്നിരിക്കുന്ന അപ്രോക്സിമേറ്റ് 1.5ക്കാണ് എൻട്രി പോയിന്റ്, ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൺഫേം ആയാലും എടുക്കാവൂ. സിഗ്നൽ വന്നതിന് ശേഷം ക്യാൻഡിൽ കളറും കൺഫർമേഷൻ ബാറുകളും ഒന്നിച്ച് വരണം. സപ്പോർട്ട് സ്ട്രോങ് ആയിട്ട് അടിക്കുകയാണ്, നല്ല ബ്രേക്കാണ്. അപ്പോൾ സപ്പോർട്ട് സ്ട്രോങ് ആണ്, കട്ട് ചെയ്ത് ബ്ലൂ കളർ സ്റ്റാറാണ് സപ്പോർട്ട്, അത് ബ്രേക്ക് ചെയ്ത് നല്ല ഈ താട്ടിറങ്ങി. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്യാൻഡിൽ എടുക്കാമായിരുന്നു, അവിടെ നല്ല 3 താട്ടിറങ്ങി ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരിച്ച് ജസ്റ്റ് കയറാൻ ശ്രമിക്കുന്നത്. ഇപ്പോഴും പ്രോഫിറ്റിൽ 184 പോയിന്റ് പ്രോഫിറ്റിൽ നമ്മളിപ്പോഴും നിൽക്കുന്നത്. പക്ഷേ ഇനി അടിച്ച് പിന്നെ തിരിച്ചിറങ്ങുവാണെങ്കിൽ ആ സപ്പോർട്ട് ലെവൽ അവിടെ കട്ട് ചെയ്യും. സപ്പോർട്ട് സ്ട്രോങ് ഒക്കെയാണ്, നല്ല ട്രേഡ് ആയിരിക്കും. അപ്പോൾ അവിടുന്ന് നല്ലപോലെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ അപ്പോൾ ഇപ്പം നമുക്ക് ഇപ്പോൾ ട്രേഡ് ഇനി തിരിച്ച് അവിടുന്ന് ആ സപ്പോർട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് അവിടെ എൻട്രി കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഫോറക്സ് മാർക്കറ്റിലും ഇതേപോലെ തന്നെ നമുക്ക് ഫോറക്സ് വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോറക്സ് ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ 30 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് സെല്ല് തന്നിട്ടുണ്ട്, 1 മണിക്ക് ശേഷം തന്നിരിക്കുന്നതാണ്. 2.9 നമുക്ക് എടുക്കാൻ പറഞ്ഞു, ടാർഗറ്റും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ലെവൽ കട്ട് ചെയ്യുന്ന ആ ലെവൽ പിടിച്ചിട്ട് എടുക്കാം. അവിടുന്ന് ഇപ്പോഴും താട്ടിറങ്ങി കൊണ്ടിരിക്കുന്നത്, അവിടുന്ന് ഒരു ബൈ ട്രേഡ് നമുക്കിപ്പോഴും പോയിട്ടില്ല, താഴെ ഡൗണിൽ തന്നെയാണ് ചാൻസ് കാണിക്കുന്നത്. നമുക്ക് ധൈര്യമായിട്ട് അപ്പോൾ ട്രേഡ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ ഇന്നത്തെ നിഫ്റ്റി ട്രേഡ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലും ഇതേപോലെ തന്നെ മോർണിംഗിൽ സെല്ല് തന്നു, സെല്ല് കൺഫേം ആയി. നമുക്ക് ഈ ഒരു ലെവലിൽ വെച്ച് ആ കൺഫർമേഷൻ വന്നു, അവിടെ താട്ട് പെട്ടെന്ന് ഇറങ്ങി പെട്ടെന്ന് ഹൈക്കിൽ പോയി. അപ്പോൾ ഇവിടുന്ന് തിരിച്ച് നമുക്ക് ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ തിരിച്ച് നമുക്ക് ആ കയറ്റത്തിൽ വരും, നമുക്ക് എക്സിറ്റ് ചെയ്യാം. ആ കളർ മാറിയിട്ട് ഇവിടെ ഒരു സ്കാൽപ്പിംഗ് ട്രേഡ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇൻട്രാഡേക്ക് നമുക്ക് കിട്ടിയിട്ടില്ല അധികം, പെട്ടെന്ന് റിവേഴ്സ് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കൺഫർമേഷൻ ബൈയുടെ കയറി വന്നപ്പോൾ ഇവിടുന്ന് ഓൾറെഡി കുറച്ച് കയറിയിട്ടാണ് കൺഫേം വന്നിരിക്കുന്നത്, പക്ഷേ അപ്പം തന്നെ പെട്ടെന്ന് ഡൗൺ ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ ഇവിടുത്തെ 2 ട്രേഡിൽ ആദ്യത്തെ മോർണിംഗിൽ സ്കാൽപ്പിംഗിലാണ് കുറച്ചുകൂടെ ആക്യുറസി കിട്ടിയത്. പക്ഷേ നമ്മുടെ 5 മിനിറ്റ്സ് നമ്മൾ കറക്റ്റായിട്ട് അവിടെ കാണിച്ചു തന്നിട്ടുണ്ട്, ഇവിടെ ഒരു സെല്ലില്ല, തിരിച്ചവിടെ കയറുന്നു. അപ്പോൾ അതേപോലെ ഇവിടുന്ന് പിന്നെ എൻട്രി പിടിച്ചിരുന്ന ലാസ്റ്റത്തെ എൻട്രി നല്ല റിട്ടേൺസാണ് കിട്ടിയിരിക്കുന്നത്. 2 ടാർഗറ്റ് അവിടെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഫേക്ക് ആയിട്ട് റിവേഴ്സിൽ ഐഡൻറ്റിഫൈ ചെയ്യാം. ഫേക്ക് ആയിട്ട് റിവേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കളർ മാറി, ബ്ലൂ കളർ ഹോളോ ക്യാൻഡിൽസ്, അതേപോലെ ഓറഞ്ച് വെള്ളം, അങ്ങനെ കളർ മാറി കൊടുത്തിട്ടുണ്ട്. അതേപോലെ മാർക്കറ്റിൻ്റെ അപ്പ് ഡൗൺസ് തിരിച്ചറിയാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 5ഉം 1ഉം കൂടെ കമ്പയർ ചെയ്താൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഫേക്ക് ആയിട്ട് റിവേഴ്സിൽ ഒഴിവാക്കി നമുക്ക് ഷോർട്ട് അടിക്കണോ ലോങ് അടിക്കണോ കുറച്ചുകൂടെ ഹോൾഡ് ചെയ്യണോ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള എളുപ്പമുണ്ട്. ഓക്കെ, കൂടുതലൊക്കെ ഡീറ്റെയിൽസ് ലൈവായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.